ദിവസം എത്ര വെള്ളം കുടിക്കണം എന്ന് ചോദിക്കലുണ്ട്. ഇനി കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നിക്ക് പ്രശ്നമാവുമോ എന്ന് ചോദിക്കുക. എന്തിനാണ് വെള്ളം കുടിക്കുന്നത്? അതെ, അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും എത്ര വെള്ളം, അവരുടെ ക്ലൈമറ്റും അവരുടെ ഏജും അവരുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ അനുസരിച്ചാണ് നമ്മൾ വെള്ളം കുടിക്കുക. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു റൂളാണ് 21/90 എന്ന് പറയുന്ന റൂള്. അപ്പോൾ നമ്മൾ 21 ദിവസം ഒരേ സംഭവങ്ങൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഹാബിറ്റ് ആവും. 90 ദിവസം കഴിഞ്ഞാൽ നമുക്കത് ലൈഫ് സ്റ്റൈലാണ്. അപ്പം എപ്പോഴും ഒരു സമയം ചൂസ് ചെയ്യാൻ നോക്കുക. ഇന്ന് രാവിലെ നാളെ വൈകുന്നേരം ഇത് വിചാരിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മുടെ ലൈഫ് സ്കെഡ്യൂൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. വെൽക്കം ബാക്ക് ടു ഫിറ്റ് ടോക്ക് റേഡിയോ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീഡിയോയ്ക്ക് നമ്മുടെ ലാസ്റ്റത്തെ സെഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് കമന്റ്സിൽ വന്നിട്ടുണ്ട്, നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് ഈസ് ദ ബെസ്റ്റ് ടൈം ഫോർ ദ വർക്ക്ഔട്ട്? ഏത് സമയം ചെയ്താലാണ്, രാവിലെ ആണോ, ഉച്ചക്കാണോ, വൈകുന്നേരമാണോ, രാത്രിയാണോ, ഏത് സമയം ചെയ്താലാണ് റിസൾട്ട് കൂടുതൽ കിട്ടാമെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ആസ് എ കോച്ച് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്ന സമയം തന്നെ ചെയ്യണം. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് പേഴ്സൺ ടു പേഴ്സൺ സ്കെഡ്യൂൾ. അവരുടെ ജോലി തിരക്കും ജീവിതശൈലിയും കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിരിക്കും നമ്മൾ വർക്ക്ഔട്ട് ടൈം നമ്മൾ ചൂസ് ചെയ്യണം. ബട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചൂസ് എ സിംഗിൾ ടൈം, റൈറ്റ്? ഇപ്പോൾ രാവിലെ ചെയ്ത് കഴിഞ്ഞാലും ഈവനിങ് ചെയ്ത് കഴിഞ്ഞാലും ഓരോന്നിൻ്റെതായ പോസിറ്റീവ് ക്വാളിറ്റീസസ് ഉണ്ട്. ഇപ്പോൾ രാവിലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിസം പെട്ടെന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ ഡേ എനർജറ്റിക് ആവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും, കൺസിസ്റ്റൻ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ ഹോർമോൺസ്, ഹാപ്പി ഹോർമോൺസ് ഒക്കെ ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എൻഡോർഫിൻ എന്ന് പറഞ്ഞ ഹോർമോൺസ് ഒക്കെ ജനറേറ്റ് ചെയ്യും. ഇത് ടോട്ടൽ ഡേ നമുക്ക് ആ കംപ്ലീറ്റ് ഡേ എനർജറ്റിക്കും പവർഫുൾ ആയിട്ട് ഇരിക്കാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലായിരിക്കും. വൈകുന്നേരത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റഡീസ് പറയുന്നത് വൈകുന്നേരമാണ് ബെറ്റർ ഓപ്ഷൻ എന്നാണ്. കാരണം നമുക്ക് ഇഞ്ചുറി ഫ്രീ ആയിരിക്കും. കാരണം നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ ഇൻക്രീസ് ആകുന്ന സമയത്ത് നമ്മളെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ആവാനും ഓൾറെഡി ബോഡി വാം ആയിരിക്കുമ്പോൾ നമുക്ക് ഇഞ്ചുറി ഫ്രീ ഉണ്ടാവാനും ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുപോലെ തന്നെ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് പറയുന്നത് സ്ട്രെസ് റിലീഫ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ജോലിയിൽ നമ്മുടേതായ പല തിരക്കുകളുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഫിസിക്കൽ എൻഗേജ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്ട്രെസ് റിലീഫ് വരാനൊക്കെ ഉള്ള പക്ഷെ നമുക്ക് രണ്ടും ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അവരുടെ ഇൻഡിവിജ്വൽ ചോയ്സിനനുസരിച്ച് ഇത് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു വർക്കിംഗ് വിമൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മേ ബി അവർക്ക് രാവിലെ ഭയങ്കര തിരക്കായിരിക്കും, അവർക്ക് ഈവനിങ്ങിലേ പറ്റൂ. നേരെ റിവേഴ്സും നമുക്ക് പറയാം, ഈവനിങ് നല്ല റഷ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് രാവിലെ ആയിരിക്കും സമയം ഉണ്ടാവുക, രാവിലത്തെ വർക്കൗട്ടേ അവർക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു റൂളാണ് 21/90 എന്ന് പറയുന്ന റൂള്. അപ്പോൾ നമ്മൾ 21 ദിവസം ഒരേ സംഭവങ്ങൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഹാബിറ്റ് ആവും. 90 ദിവസം കഴിഞ്ഞാൽ നമുക്കത് ലൈഫ് സ്റ്റൈലാണ്. അപ്പം എപ്പോഴും ഒരു സമയം ചൂസ് ചെയ്യാൻ നോക്കുക. ഇന്ന് രാവിലെ നാളെ വൈകുന്നേരം ഇത് വിചാരിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മുടെ ലൈഫ് സ്കെഡ്യൂൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അപ്പം നേരത്തെ സ്ട്രെസ്സിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഈവനിങ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അത് അപ്പം അങ്ങനെ വന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, സ്ട്രെസ്സും വെയിറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അതെ. അപ്പോൾ ഈ സ്ട്രെസ്സും വെയിറ്റും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ബന്ധമുണ്ട്. കാരണം ഈ സ്ട്രെസ്സ് വരുന്നതിനനുസരിച്ച് നമ്മുടെ അപ്പറ്റൈറ്റിൽ ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ചില ആൾക്കാർ കൂടുതൽ കഴിക്കും, ചില ആൾക്കാർ കുറവ് കഴിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറും കൂടിയാണ്. ഇതിന് പുറമെ ഒരു സ്ട്രെസ് ഹോർമോൺ, സ്ട്രെസ് വരുന്ന സമയത്ത് സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് കോർട്ടിസോൾ റിലീസ് ചെയ്യുന്നുണ്ട്. കോർട്ടിസോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ട്, അതായത് അബ്ഡോമിനൽ ഏരിയയിൽ ഫാറ്റ് കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന, അതെ കോർട്ടിസോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് വരുന്ന സംഭവമാണ് അബ്ഡോമിനൽ ഏരിയയിൽ ഫാറ്റ് കൂടുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. ലേഡീസ് ആണ് കൂടുതലും അത് ചോദിക്കാറില്ല, സ്ട്രെസ്സിന്റെ കാര്യങ്ങളും എങ്ങനെ സ്ട്രെസ് കാരണങ്ങൾ വെയിറ്റ് കുറയും, അങ്ങനത്തെ യൂഷ്വൽ ക്വസ്റ്റ്യൻസ് ലേഡീസിന്റെ ഭാഗത്തു നിന്നാണ്. മെയിനായിട്ട് അപ്പറ്റൈറ്റ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇമോഷണൽ ഈറ്റിംഗ് വരും. ഈ കോർട്ടിസോളിനൊക്കെ പുറമെ ഇമോഷണൽ ഈറ്റിംഗ് വരുന്ന ആൾക്കാരുണ്ട്, സ്ട്രെസ് വരുന്ന സമയത്ത് നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന അങ്ങനത്തെ കാറ്റഗറി ഒക്കെ ഉണ്ട്. അപ്പം സ്ട്രെസ്സും വെയിറ്റും തമ്മിൽ ബന്ധമുണ്ട്. ഇങ്ങനത്തെ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ്, അതായത് ഇപ്പം റിലാക്സേഷൻ ടെക്നിക്സ് നമുക്ക് ചെയ്യാം, യോഗ ചെയ്യാം, ഡീപ് ബ്രീതിങ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, എക്സസൈസ് ചെയ്യാം, ചെറിയ രീതിയിലുള്ള എൻഗേജ്മെന്റ്. അതെ. പിന്നെ നമുക്ക് സോഷ്യൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെ കോർട്ടിസോൾ ലെവൽ നമ്മൾ ബ്രിങ് ഡൗൺ ചെയ്ത് കൊണ്ടുവരാം. അടുത്ത ചോദ്യം, can I drink water in between? If yes, how much? In between workout അല്ലേ? അതെ, വർക്കൗട്ടിന്റെ ഇടയിൽ എത്ര കുടിക്കാന്നാണ് അടുത്ത ചോദ്യം. ഇറ്റ്സ് ഓൾസോ ഡിപ്പെൻഡ്സ് വർക്കൗട്ട് ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ വർക്കൗട്ട് ടൈപ്പും നമ്മുടെ ബോഡി സൈസും
വെച്ചിട്ടായിരിക്കണം നമ്മുടെ വാട്ടർ ഇൻടേക്ക് എന്ന് നമുക്കിപ്പോൾ സിമ്പിളായിട്ട് പറയാൻ പറ്റും. പിന്നെ വൺ തിങ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ, ഓൾവേസ് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. പിന്നെ ഈ വർക്കൗട്ടിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സൈസൊക്കെ റിലേറ്റ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ ഒരുപാട് സ്വെറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ഡ്രിങ്ക് മച്ച് വാട്ടർ. പക്ഷേ അതൊന്ന് ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യം സിപ്പായിട്ട് കുടിക്കുക. വർക്കൗട്ടിൻ്റെ ഇടയിൽ ഒരു 15 to 20 minutes, ഒരു 15 മിനിറ്റിൻ്റെ ഇടയിലൊക്കെ സിപ്പായിട്ട് കുടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റ് കണ്ടീഷൻ, ഇപ്പൊ നല്ല ചൂടുള്ള ഒരു സ്പേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വെള്ളം കുടിക്കണം. ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോമിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസസ്, വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഡിസ്കംഫർട്ട് വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം എന്ന് ചോദിക്കലുണ്ട്. ഇനി കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നിക്ക് പ്രശ്നമാകുമോ എന്ന് ചോദിക്കുക. എന്തിനാണ് വെള്ളം കുടിക്കുന്നത്? അതെ, അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും എത്ര വെള്ളം, അവരുടെ ക്ലൈമറ്റും അവരുടെ ഏജും അവരുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ അനുസരിച്ചാണ് നമ്മൾ വെള്ളം കുടിക്കുക. എന്നാലും ജനറൽ ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ ഒരു 8 ഗ്ലാസ് ഓഫ് വാട്ടർ ഒരു ദിവസം എന്തായാലും കുടിക്കണം. അതായത് 2 ലിറ്റർ വാട്ടർ നമ്മൾ എന്തായാലും കുടിക്കണം. ഇനി എന്തിനാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്? വെള്ളം കുടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നമ്മളെ ഡൈജഷൻ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ബോഡി 70% വെള്ളമാണ്. അപ്പോൾ നമ്മളുടെ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ബാലൻസിന് നമ്മൾ വെള്ളം കുടിക്കണം. പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കണം. അതായത് നമ്മുടെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനും അത് ബ്രേക്ക് ചെയ്യാനും നമുക്ക് വെള്ളം വേണം. സർക്കുലേഷൻ, ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വെള്ളം വേണം. അങ്ങനെ നമ്മളുടെ കംപ്ലീറ്റ് പ്രോസസ്സ് നടക്കുന്നത് പ്രോപ്പറായിട്ട് വെള്ളം ഉണ്ടെങ്കിലാണ്. സാധാരണ ഒരു ചോദ്യമാണ് ഈ 2 ലിറ്റർ 2.5 ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളൊരു ചോദ്യം. അത് ഒറ്റയടിക്ക് ഞാൻ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇത്ര ഗ്ലാസ് ഒരുമിച്ച് കുടിച്ചോട്ടെ എന്നുള്ളൊരു ചോദ്യം കൂടെ ചോദിക്കാറുണ്ട്. ഒരുമിച്ച് നമ്മൾ അങ്ങനെ വെള്ളം കുടിക്കേണ്ട, അത് യൂറിനേറ്റ് ചെയ്ത് പോവുക ചെയ്യുക. നമ്മളുടെ ബോഡിക്ക് അനുസരിച്ചത് സ്പ്ലിറ്റ് ചെയ്ത് കുടിച്ചാൽ മതി. നമ്മളത് എപ്പോഴും മെഷർ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മൾ അറിയില്ല, തിരക്കാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ തൊണ്ട ജസ്റ്റ് ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം കുടിക്കും. അല്ലാതെ നമ്മളിപ്പം എസിയിലൊക്കെ ത്രൂ ഔട്ട് ഇരിക്കുമ്പോൾ നമ്മൾ എത്ര കുടിച്ചെന്ന് നമുക്ക് മോണിറ്റർ ഐഡിയ ഉണ്ടാവില്ല. നമുക്ക് യൂറിൻ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാം. അതാണ് നമ്മളുടെ ഫിറ്റ് ട്രീറ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനൊരു സിസ്റ്റം കീപ്പ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടബിൾ ആവുകയാണെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ മെഷർ ചെയ്ത് കുടിക്കുക. ഒരു 1 ലിറ്റർ ഓഫ് ബോട്ടിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. അത് റീഫിൽ ചെയ്ത് 2 ലിറ്റർ വരെ നിർബന്ധമായിട്ടും കുടിക്കുക. അതെ. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? അടുത്ത ചോദ്യം, വോമിറ്റിംഗ് ടെൻഡൻസി ആഫ്റ്റർ വർക്ക്ഔട്ട്. നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ ഇനീഷ്യലി ബിഗിനേഴ്സിനാണോ കാണുന്നത്? അത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് പേഴ്സൺ. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇപ്പം ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ഹൈ ഇൻറ്റൻസിറ്റി ഒരു ആക്ടിവിറ്റിയും ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് ഹൈ ഇൻറ്റൻസിറ്റി വർക്ക്ഔട്ടിലേക്ക് ചെയ്യുന്ന സമയത്ത് അത് കാണാം. സോ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ബേസിക് ഇൻറ്റൻസ് വർക്ക്ഔട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ലോ ഇൻറ്റൻസിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഡൈജഷൻ കറക്റ്റ് അല്ലാതെ വരുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. മെയിൻ മീൽസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അതൊക്കെ കഴിച്ച് മിനിമം ഒരു 1/2 hour to 45 minutes കഴിയണം. അല്ലെങ്കിൽ നമുക്ക് വോമിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വയറ്, അബ്ഡമിനൊക്കെ ക്യാച്ച് ചെയ്യാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. ഇതിനോട് തന്നെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എംപ്റ്റി സ്റ്റൊമക്കിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പാടുണ്ടോ എന്ന്. ചില ആൾക്കാർ പറയാറുണ്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ വർക്ക്ഔട്ട് ചെയ്താൽ ഫാറ്റ് കൂടുതലായിട്ട് ബേൺ ചെയ്യും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം ഇതിലിപ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ലൈറ്റ് മീൽ എന്തെങ്കിലും എടുത്തതിന് ശേഷം വർക്ക്ഔട്ട് ചെയ്യാം. ആൾക്കാരുടെ നേച്ചർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടായാൽ മാത്രമേ വർക്ക്ഔട്ട് ചെയ്യാനുള്ള എനർജി ഉണ്ടാവുള്ളൂ. അങ്ങനെ പോലത്തെ ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർക്ക് എന്തെങ്കിലും സോളിഡ് ഫുഡോ അല്ലെങ്കിൽ ലിക്വിഡ് ഫുഡ്, നമ്മുടെ ജ്യൂസസ്, സ്ട്രോബസ്, ബനാന ഒക്കെ, ഇറ്റ്സ് ഡിപ്പെൻസ് പേഴ്സൺ ആണ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളത് വെറുതെ ഒരു കർമ്മം തീർക്കുന്നത് പോലെ ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യേണ്ട ഒരു മെന്റാലിറ്റി. കാരണം നമ്മുടെ വർക്ക്ഔട്ടിന്റെ ഇന്റൻസിറ്റി നല്ല രീതിയിലുള്ള വർക്ക്ഔട്ട് ചെയ്യാനും പെർഫോമൻസിനും എന്തെങ്കിലും ലൈറ്റ് മീൽസ് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഓപ്പൺ സ്പേസിൽ ആക്സസ് ഉള്ള ആൾക്കാർ, ക്ലോസ്ഡ് ഭയങ്കര ഹ്യൂമിഡിറ്റി ആയുള്ള സ്പേസ് എന്നൊക്കെ മാറ്റി നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് വേണ്ട എനർജി ആ സമയത്ത് വേണമെങ്കിൽ ചിലപ്പോൾ മസിൽ ബ്രേക്ക് ഡൗൺ, ടിഷ്യൂ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള എനർജിയും എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ മസിൽ ലോസ് വരാനുള്ള ചാൻസും ഉണ്ട്. അതെ, എക്സാക്ട്ലി. സോ ബേസിക് ഒരു റൊട്ടീൻ നമ്മൾ കീപ്പ് ചെയ്യുക. ഇപ്പം ആക്ടിവിറ്റി എൻ്റെ സമയത്ത് നമ്മളൊരു ഷോർട്ട് ടേമിലല്ലാതെ നമ്മുടെ ത്രൂ ഔട്ട് ദ ലൈഫ് നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ട് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതായത് ലൈറ്റ് മീൽ എടുത്തിട്ട് നമ്മൾ വർക്ക്ഔട്ടിലേക്ക് കടക്കുക, ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ് 5-6 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ കവർ ചെയ്തു. നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ കാണുന്നത് വരെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. ബൈ.